ജപമാലയും ബൈബിളും കൊണ്ട് നടക്കും. അങ്ങനെ കൊണ്ട് നടക്കുന്ന എല്ലാവിടെ പോകുമ്പോഴും സർവീസിലാകുന്ന സമയത്ത് അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുന്ന ഉറപ്പായ പല സന്ദർഭങ്ങളിലും മാതാവ് ഒരു കവചം തീർത്തതുപോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ തുടർച്ചയായിട്ടുള്ള എൻ്റെ മാതാവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉള്ള വിളി, അത് പല സമയത്തും നമ്മൾ ചെറിയൊരു ഫാൾട്ട് വന്നാലും ആക്ഷൻ എടുക്കുന്നത് വലിയ സീരിയസ് ആയിട്ടായിരിക്കുമല്ലോ പട്ടാളത്തിൽ. അപ്പോൾ അതൊക്കെ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. കരിസ്മാറ്റിക്കിൽ കയറിയിട്ട് ആ നേതൃത്വത്തിലേക്കായിരുന്നല്ലോ. ഞാൻ നമ്മുടെ പാലക്കാട് സോണൽ കോർഡിനേറ്റർ ആയിട്ടുണ്ട് 2 വർഷം. അതിനു മുമ്പ് ഒരു 2 ട്രിപ്പായിട്ട് സബ് സോൺ കോർഡിനേറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ ഈ ആത്മീയ നേതൃത്വം കൊടുക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കും. ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അത് മാതാവ് പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്. മാതാവ് പറഞ്ഞു തരും ഇന്ന പോലെ പറയാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യാനായിട്ട്. ശരിക്കും ആ മാതാവ് നമ്മളെ ഇതന്നെ പറഞ്ഞ പോലെ ഇങ്ങനെ കൂടെ നടക്കുന്നത് പോലൊരു അനുഭവമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജപമാല ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഈ മുത്തുകൾ വാങ്ങിയിട്ട് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് കെട്ടിയതാണ്. എനിക്കറിയുന്നത് പോലെ എനിക്കിത് വലിയ സംതൃപ്തിയാണ്. ഇതുവരെ ഉപയോഗിക്കുന്ന ജപമാല ഒക്കെ ഞാനങ്ങനെ സ്വന്തമായിട്ട് കെട്ടുന്ന ജപമാലയാണ്. പ്രാർത്ഥിച്ച് കെട്ടും ജപമാല ചൊല്ലിക്കൊണ്ട്. സമയം ഒരുപാട് പിടിക്കും. അതിൽ തന്നെ കുറേ നന്മ നിറഞ്ഞ മറിയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ പേര് തോമസ് തേക്കാനത്ത്. ഞാൻ പാലക്കാട് രൂപതയിൽ ഇളവമ്പാടം ഇടവകയിൽപ്പെട്ട ഒരു കുടുംബാംഗമാണ്. ഞാൻ താമസിക്കുന്നത് ആലാമ്പരുത എന്ന സ്ഥലത്താണ്. എനിക്ക് ഭാര്യ, 3 മക്കളുണ്ട്. 2 ആണും 1 പെണ്ണും. ആൺമക്കൾ 2 ആളും വൈദികരാണ്. മൂത്ത മോന് റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ മോൻ കപ്പൂച്ചനിലാണ്. അവൻ പാലക്കാട് ഒരു സേവന ആലയത്തിൽ കുറച്ച് അഗതികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. മോള് അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യമേ ഒന്നും ജപമാലയോടോ മാതാവിനോടോ ഭക്തിയോ സ്നേഹമൊന്നും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല ഞാൻ. എങ്കിലും അവിശ്വാസിയെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന മാതാവിൻ്റെ ആ ദൗത്യം എന്നോടൊപ്പം ആയിരുന്നുകൊണ്ട് മാതാവ് അത് നിർവഹിച്ചുകൊണ്ടേയിരുന്നു. മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും അതുപോലെ ജപമാല ചൊല്ലാനായിട്ടുള്ള പ്രചോദനമൊക്കെ കിട്ടിയത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പകാലങ്ങളിലെല്ലാം പുലർച്ചെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ജപമാല ചൊല്ലുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഉണരാറുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് വലിയ താല്പര്യമോ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അമ്മ ഞങ്ങൾക്കെല്ലാം വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സർവീസിൽ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആർമിയിൽ ചേരാനുള്ള അതിയായ ആഗ്രഹം എനിക്ക് ഉടലെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അപ്പോൾ പട്ടാളത്തിൽ ചേരാനായിട്ടുള്ള ഒരിക്കലും താല്പര്യം അമ്മ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. ഞാൻ 3 പ്രാവശ്യം പട്ടാളത്തിൽ ചേരാൻ വേണ്ടി പോയി. 3 പ്രാവശ്യം ചെറിയ ചെറിയ കാരണങ്ങളാൽ ആ കാരണങ്ങൾ പറഞ്ഞ് എന്നെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ 4ാമത്തെ പ്രാവശ്യം റിക്രൂട്ട്മെൻറ്റിന് പോകാൻ നേരത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ, ഞാൻ ഈ പ്രാവശ്യം പോയിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ, പട്ടാളത്തിൽ ചേരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. അതുകൊണ്ട് അമ്മ പറ്റുകയാണെങ്കിൽ മാതാവിനോട് പറഞ്ഞ് ഈ പ്രാവശ്യം ഇങ്ങനെ ചേരാനായിട്ട് ഇടവരുത്തണം, അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ, ഞാൻ പ്രാർത്ഥിക്കാം, നീയും മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹത്തിൽ ഇടപെടും, അതുകൊണ്ട് നീ പ്രാവശ്യം പട്ടാളത്തിൽ ചേരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അമ്മ അനുഗ്രഹിച്ച് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പോയി. അതും വലിയൊരു മാതാവിൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും അമ്മ നിരന്തരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. നീ പോകുന്ന സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് എന്ത് പരീക്ഷയ്ക്ക് നീ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തെല്ലാം നീ മാതാവിനെ വിളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്.
അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് പിള്ളേർ പാലക്കാട് കോട്ട മൈതാനത്ത് എത്തിയിരുന്നു. അതിൽ ആദ്യത്തെ ദിവസം 22 പേരെടുത്തതിൽ 22 കുട്ടികളെ എടുത്തതിൽ ഞാനും പെട്ടു. അത് തീർച്ചയായിട്ടും ആ സമയത്തെല്ലാം ഞാൻ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അന്ന് നന്മ നിറഞ്ഞ മറിയുമെന്ന് ചൊല്ലുന്നതോ അല്ലെങ്കിൽ ജപമാല ചൊല്ലുന്ന ഒരു ശീലമൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ മാതാവേ എന്നെ സഹായിക്കണേ, മാതാവേ ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ സെലക്ഷനിൽ തന്നെ എന്നെ പട്ടാളത്തിൽ എടുക്കുകയും ചെയ്തു. പട്ടാളത്തിൽ പോയതിന് ശേഷവും എനിക്ക് വലിയ വിശ്വാസമോ ജപമാല ഭക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഇവിടുന്ന് ലെറ്റർ അയക്കുമ്പോൾ ഇന്നത്തെ പോലെയുള്ള ഫോൺ സൗകര്യം അന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ലെറ്റർ കഴിയുമ്പോൾ ലെറ്റർ ഇവിടുന്ന് എഴുതി അതിൻ്റെ മറുപടി വരുമ്പോഴെല്ലാം അമ്മ നല്ലപോലെ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലെറ്ററിൽ സൂചിപ്പിക്കുമായിരുന്നു. ഞാൻ എൻ്റെ സർവീസിലുള്ള ഓരോ പ്രതിസന്ധികളിലും ഞാൻ മാതാവേ എന്ന് നന്മ നിറഞ്ഞ മറിയുമെന്ന് ചൊല്ലാറില്ല, മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ശീലം ഞാൻ അറിയാതെ തന്നെ എന്നിൽ രൂപപ്പെട്ടു. മാതാവിനോടുള്ളൊരു സ്നേഹം എനിക്ക് കുറേശ്ശെ അവിടെ വർദ്ധിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ലീവിന് വന്നപ്പോൾ അമ്മ എൻ്റെ കയ്യിലൊരു ജപമാല ചൊല്ലി തന്നിട്ട് പറഞ്ഞു, നീ ഈ ജപമാല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം, നിൻ്റെ കയ്യിൽ എപ്പോഴും വേണമെന്ന്. ഞാൻ ആ ജപമാല കൊണ്ടാണ് സർവീസ് സമയത്ത് ലീവിന് വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുന്നതല്ല. ആ ജപമാല എപ്പോഴും ഏത് സമയത്തും എന്നോട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ ജപമാല ഒരിക്കലും ചൊല്ലില്ലെങ്കിലും ആ ജപമാല ചൊല്ലുന്നില്ലെങ്കിലും ഞാൻ ആ ജപമാല എൻ്റെ പോക്കറ്റിലോ എൻ്റെ ബാഗിലോ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എനിക്ക് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു അടയാളം, വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഞാനൊരു പ്രാവശ്യം ഞങ്ങളുടെ ബറ്റാലിയന് ശ്രീലങ്കയിൽ 1987 ശ്രീലങ്കയിൽ IPKFൻ്റെ ആ ഡ്യൂട്ടിക്കായിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രാവശ്യം ശ്രീലങ്കയിൽ നിന്ന് ലീവിന് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോയി എൻ്റെ ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഷിപ്പിലാണ് ശ്രീലങ്കയിൽ എത്തുന്നത്. ശ്രീലങ്കയിലെത്തി അവിടെ നിന്ന് ഞങ്ങളുടെ ക്യാമ്പ് ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ മിലിറ്ററി ട്രക്കിൽ കയറി അത് കാൺവായ് രൂപത്തിലാണ് പോകാറുള്ളത്. 10-20 വണ്ടികളുണ്ടാകും. എല്ലാറ്റിലും ഞങ്ങൾ പട്ടാളക്കാർ, ലീവ് കഴിഞ്ഞ് പോകുന്ന പട്ടാളക്കാരും മറ്റുള്ള ആവശ്യത്തിന് പോയി എല്ലാ പട്ടാളക്കാരും ഉണ്ടാകും. അതിന് മുമ്പായിട്ട് അവിടെ റോഡ് ഓപ്പണിങ്ങും, കാരണം LTTയുടെ അല്ലെങ്കിൽ തമിഴ് പുലികളുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി റോഡ് ഓപ്പണിങ്ങും ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് പോകാറുള്ളത്. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഏകദേശം 1.5 വർഷത്തോളം ശ്രീലങ്കയിൽ ട്രെയിൻ ഗതാഗതം മുടങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ലീവ് കഴിഞ്ഞ് പോകുന്ന ദിവസം തന്നെ അവിടെ ട്രിങ്കോമലിയിൽ നിന്ന് ജാഫനയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അത് പരീക്ഷണ ഓട്ടം നടത്താമെന്ന് അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെ അത് അവിടുന്ന് ത്രികോണമലയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങളുടെ കാൺവായ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വണ്ടിയിലുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ ഡ്രൈവറും എൻ്റെ കൂടെ വേറെ 5 പട്ടാളക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാൺവായ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽ ട്രാക്കിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ ട്രെയിനിൻ്റെ എരമ്പൽ കേട്ടു. അപ്പോൾ ട്രെയിൻ അടുത്തെത്തി എന്ന് പറഞ്ഞ് എൻ്റെ പുറകിലുള്ള വണ്ടിക്കാരും അതുപോലെ തന്നെ മുമ്പിലുള്ള വണ്ടിക്കാരെല്ലാം ബഹളം വയ്ക്കാൻ തുടങ്ങി, പെട്ടെന്ന് റെയിൽ ട്രാക്ക് കടന്നു പോകാൻ. പക്ഷേ ഞങ്ങളുടെ വണ്ടിയുടെ ചക്രം മുൻവശത്തെ 2 ചക്രങ്ങളും ഒരു റെയിൽ ട്രാക്കിന് അപ്പുറയും പുറകിലുള്ളത് ഇപ്പുറമായിരുന്നു. ആ റെയിൽ ട്രാക്കിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ടായിരുന്നു ഞങ്ങളുടെ വണ്ടി നിന്നത്. ഏകദേശം 100 മീറ്ററോളം ആ ട്രെയിന് ചീറിപ്പാഞ്ഞുകൊണ്ട് അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഞങ്ങൾ 6-7 പേരും തീർന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ഒരു ഘട്ടവും കൂടെ ആയിരുന്നു. ഒത്തിരി ആ സമയത്ത് പേടിച്ചു പോയി. അങ്ങനെ ട്രെയിന് അടുത്തെത്തി ഞങ്ങളുടെ വണ്ടീനെ ഇടിക്കുമെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ചങ്ക് പൊട്ടിയിട്ട് ഒരൊറ്റ വിളിയാണ്, എൻ്റെ മാതാവേ എന്ന്. ആ മാതാവേ എന്നുള്ള വിളിയിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞങ്ങളുടെ വണ്ടി ഒരു സോപ്പ് പെട്ടിയെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കുന്നതിൻ്റെ ആ ലാഘവത്തോടെ ഞങ്ങളുടെ വണ്ടിയെ ആരോ എടുത്ത് ഈ ട്രാക്കിൽ നിന്നും അപ്പുറത്തേക്ക് വയ്ക്കലും ഈ ട്രെയിനിൻ്റെ മുൻവശം എൻജിൻ്റെ ഭാഗം ഞങ്ങളുടെ വണ്ടിയുടെ പുറകിലുള്ള ആംഗിളറിൽ തട്ടി വണ്ടി ഒന്ന് നല്ലപോലെ ഷേക്കായി. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. തീവണ്ടി കടന്നു പോവുകയും ചെയ്തു. ഞങ്ങളുടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചു, നീ എന്താ ചെയ്തത്, എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് ചോദിച്ചപ്പോൾ അവനൊന്നും ചെയ്തില്ല. അവനും പേടിച്ച് സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ടിട്ട് അവന് നിലവിളിക്കുകയായിരുന്നു.
അപ്പോഴാണ് ആ മാതാവിനോടുള്ള ആ വിളി, അത് മാതാവ് കേട്ടു. മാതാവിൻ്റെ സാന്നിധ്യം, മാതാവിൻ്റെ ആ സംരക്ഷണമെല്ലാം ലഭിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം എല്ലാ സമയവും മാതാവേ മാതാവേ എന്നുള്ളൊരു വിളിയിലുള്ള ഒരു ലൈഫായിരുന്നു സർവീസിലുടനീളം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടാളത്തിൽ ചേർന്ന് 1995 ഒരു ധ്യാനം കൂടാനൊക്കെ ഇടവന്നത്. ആ ധ്യാനം കൂടാൻ ഇടവന്നതും മാതാവിൻ്റെ ഒരു പ്രത്യേക മാതാവേ എന്നുള്ളൊരു വിളിയിലൂടെ തന്നെയാണ്. അത് സംഭവം ഇതാണ്. ഞാനൊരു ക്യാൻറ്റീൻ ഡ്യൂട്ടി, മിലിറ്ററി ക്യാൻറ്റീൻ ഡ്യൂട്ടിയുടെ ചുമതലയായിരുന്നു. അന്ന് ഇന്നത്തെ കാലഘട്ടത്തെ പോലെ കമ്പ്യൂട്ടറുകളൊന്നുമില്ല. ഞങ്ങളെല്ലാം മാനുവൽ വർക്ക് ചെയ്യണം. ലെഡ്ജറിൻ്റെയും അതുപോലെ സെയിൽസ് സമ്മറി എല്ലാം നമ്മൾ കൈകൊണ്ട് എഴുതി ലക്ഷക്കണക്കിന് സെയിൽസ് നടന്നതിൻ്റെ അതെല്ലാം അന്നന്ന് തന്നെ അതിൻ്റെ ക്ലിയർ ആക്കിയിട്ട് ഞങ്ങളെ അധികാരികളെ ഏൽപ്പിക്കുന്ന അതാണ് ഡെയിലി റൊട്ടേൺ ആയിട്ടുള്ള ഞങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ ലീവിന് വരാൻ വേണ്ടി ഞാൻ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം റെഡിയാക്കി എല്ലാം കണക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തത്. അങ്ങനെ എൻ്റെ ആ ക്യാൻറ്റീൻ ഏറ്റെടുക്കാനായിട്ടൊരു സഹോദരൻ വന്നു. ഞാനിത് ഈ കണക്കെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 5800 രൂപയുടെ വേരിയേഷൻ. അത് ഗ്രൗണ്ടിലുണ്ട്, ബാങ്കിലുണ്ട്, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ എന്തോ ഒരു വേരിയേഷൻ, അത് ടാലി ആകുന്നില്ല. ലെഡ്ജർ ബാലൻസും ഗ്രൗണ്ട് ബാലൻസും അതുപോലെ തന്നെ ബാങ്കിലുള്ള ക്യാഷും കൂടി ടാലി ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേയൊക്കെ എനിക്ക് ഒന്നര ആഴ്ചയൊക്കെ സമയം തന്നു. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ജോൺസൺ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞു, തോമസ് സാറേ, നിങ്ങളൊരു ധ്യാനം കൂടാന്നെന്ന് ഒന്ന് മനസ്സിലൊരു നേർച്ച നേര്, അത് കർത്താവ് അത് നിങ്ങൾക്കത് കാണിച്ചു തരും. അപ്പോൾ ആ സമയത്ത് ഈ ധ്യാനങ്ങൾ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിനോടെല്ലാം വളരെ എതിർപ്പും ഒരു പുച്ഛമൊക്കെ ആയിരുന്നു. ഞാൻ അന്ന് ആ സമയത്തെല്ലാം മറുതലിച്ചെങ്കിലും ഒരു ദിവസം അത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഭയങ്കര വേദന കടന്നു വന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അത് പേയ്മെൻ്റ് അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഞാനതിൽ പൈസ കംപ്ലീറ്റ് ചെയ്തിട്ട് ലീവിന് പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്ത് അന്ന് രാത്രി ഞാൻ ഒത്തിരി മദ്യപിക്കുമായിരുന്നു. അങ്ങനെ മദ്യപിച്ചു, കുറേ സിഗരറ്റെല്ലാം വലിച്ച് എൻ്റെ റൂമിൽ ഞാൻ വലിയൊരു ലെഡ്ജർ ബുക്കുണ്ട്. ആ ബുക്കിൽ ഇങ്ങനെ മടിയിലും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആ ലഹരിയുടെ ഇതിലും അതുപോലെ തന്നെ ആ ക്ഷീണത്തിലെല്ലാം ഞാൻ ഉറങ്ങിപ്പോയി. ഒരു ഏകദേശം ഒരു 2:45-3 മണി ആയപ്പോഴാണ് എൻ്റെ തോളിൽ ഒരാൾ തട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഡ്യൂട്ടിക്കാരൻ വന്നതിനെ ഉണർത്തുന്നതായിരിക്കുന്നു. ഞാൻ കാര്യമാക്കിയില്ല. രണ്ടാമതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തട്ട് കിട്ടി. അപ്പോഴും ഞാൻ അത് കാര്യമാക്കിയില്ല. പിന്നെ ഒരു കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയൊരു അടി എനിക്ക് എൻ്റെ തോളത്ത് കിട്ടുന്നത് പോലെ ഉണരുമെന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം എനിക്ക് കേട്ടു. ഞാനങ്ങനെ ഉണർന്നു നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ ആരുമില്ല. ഞാൻ കതകൊക്കെ കുറ്റിയിട്ടിട്ടാണ് ഇരുന്നത്. ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ടൊരു ശബ്ദം കേൾക്കുകയാണ്, പേജ് നമ്പർ, ഒരു നമ്പർ പറഞ്ഞാൽ ആ പേജ് നമ്പറിലൊന്ന് നോക്കാൻ. ആ പേജ് നമ്പറിൽ തന്നെ ഞാൻ ആ ഒരു ഭയത്തിലും അങ്ങനെ ഒരു വെപ്രാളത്തിലും ഞാൻ ആ പേജ് നമ്പർ മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ 5800 രൂപയുടെ ഫാൾട്ട് എന്താണെന്നത്, അത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് കൃത്യമായി കാണിച്ചു തന്നു. അത് ഇത്രയായിരുന്നു. 191 എന്നുള്ളൊരു സംഖ്യ ആ ലെഡ്ജറിൽ രേഖപ്പെടുത്തുന്നതിന് ഞാൻ ചെയ്തത് വെറും 91 ഇട്ടു. ആ 191 എന്നുള്ളതിൻ്റെ 1 ഞാൻ വിട്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഐറ്റത്തിന് 58 രൂപയായിരുന്നു. അങ്ങനെ 100 മാറിക്കഴിഞ്ഞപ്പോൾ 5800 രൂപയുടെ വേരിയേഷന് ലെഡ്ജറിൽ വന്ന പൈസയിൽ കുറവോ ഗ്രൗണ്ടിൽ കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞുകൊണ്ട്, കാരണം എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു അത്രത്തോളം നല്ല പെർഫോമൻസ് ആയിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. യാതൊരു കൃത്രിമം കാണിക്കാതെ എല്ലാം ഞങ്ങളുടെ അധികാരികളുടെയൊക്കെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റിയിട്ടുള്ളൊരു ഡ്യൂട്ടി ആയിരുന്നു ആ ക്യാൻറ്റീൻ ഡ്യൂട്ടി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനത് വല്ലാതെ ഒലച്ചു. ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമെന്നുള്ള ചില ദുഷിച്ച ചിന്തകളെല്ലാം മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവിനോട്, എൻ്റെ മാതാവ് എന്ന് എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട്, റൂമിലാണ് ആരും കേൾക്കാനുമില്ല, ഉറക്കെ കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ എന്നെ കാണുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് തന്നെ ധ്യാനം കൂടാമെന്ന് ഒരു തീരുമാനം എടുത്തു. ഡിവൈനിൽ വന്ന് ധ്യാനം കൂടി 1995.
1995 ജൂലൈ മാസമാണ് ഞാൻ ആദ്യമായിട്ട് നവീകരണ ധ്യാനം കൂടുന്നത്. ആ നവീകരണ ധ്യാനം കൂടി വന്നതിന് ശേഷം ഞാൻ കൂടുതൽ ജപമാല ചൊല്ലാനായിട്ട് ആരംഭിച്ചു. ഒരു തീരുമാനമെടുത്തു. പിന്നെ വീട്ടിൽ വന്ന് ചെയ്തൊരു കാര്യം ഇതാണ്. കുടുംബ പ്രാർത്ഥനയൊന്നും ഞാൻ അതുപോലെ കൂദാശകളിലോ ഒന്നും കൂടുതൽ താല്പര്യം കാണിക്കാത്ത വ്യക്തി. അതിൽ നിന്നൊരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ചെയ്തത് എൻ്റെ കുടുംബത്തിൽ ശക്തമായൊരു കുടുംബ പ്രാർത്ഥന ആരംഭിക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുത്താനായിട്ടുള്ള പരിശ്രമം തുടങ്ങി. അതിന് ഞങ്ങൾ ചെയ്തത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം ഞങ്ങൾ ആദ്യമായി കണ്ടെത്തി. 7 മണി. 7 മണിക്ക് ജപമാല ചൊല്ലി കുടുംബ പ്രാർത്ഥന. ഏകദേശം 8 മണി. അപ്പം മക്കൾ 2 ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത ആൺപിള്ളേർ 2 ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് നാളിൽ തന്നെ അവർക്കും ജപമാല ചൊല്ലാനുള്ള പരിശീലനമൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 7 മണി മുതൽ ജപമാല ചൊല്ലി കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു ശക്തമായിട്ട്. 8-8:15 വരെയൊക്കെ ചിലപ്പോൾ അതങ്ങനെ നീണ്ടുപോകും. അങ്ങനെ കൂടുതൽ ജപമാല ചൊല്ലി കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ജപമാല ചൊല്ലി തുടങ്ങി. പിന്നെ വീട്ടിലെ ജാഗരണ പ്രാർത്ഥന, ആ ജാഗരണ പ്രാർത്ഥന ആരംഭിച്ചു. ഒരു 3 വർഷത്തോളം ജാഗരണ പ്രാർത്ഥന വൈകുന്നേരം 8 മണി മുതൽ, രാത്രി 8 മണി മുതൽ പുലർച്ചെ കാലത്ത് 5 മണി വരെ. ഞങ്ങൾ സഹോദരങ്ങൾ 10 മക്കളുണ്ട്. അതിലടുത്തുള്ളവരെല്ലാം എല്ലാവരും ഏകദേശം ആ ദിവസം വന്ന് ഇവിടെ ആ ജാഗരണ പ്രാർത്ഥനയിൽ. അന്ന് ഞങ്ങൾക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. ഈ കുറേ ജപമാല ഞങ്ങൾ ചൊല്ലും. രാത്രി മുഴുവൻ ഇരുന്ന് കുറേ ജപമാലകൾ ചൊല്ലും. പിന്നെ കുറച്ച് അറിയുന്ന കുറേ പാട്ടുകളൊക്കെ പാടി കൂടുതലും ജപമാല ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ആ ജാഗരണ പ്രാർത്ഥന 2-3 വർഷം ഞങ്ങൾ സഹോദരങ്ങളിലെല്ലാം. പുറമേ നിന്ന് ആരും ഉണ്ടായില്ല. ഞങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്. അന്ന് മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒപ്പം നിന്ന് ഞങ്ങൾ ജാഗരണ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ വലിയൊരു തിരിച്ചുവരവ്, കുടുംബ പ്രാർത്ഥനയിലേക്ക് ഒരു തിരിച്ചുവരവ് ഞാൻ വരാൻ സാധിച്ചത് തന്നെ പരിശുദ്ധ അമ്മയുടെ ആ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോഴാണ്. അതും കൂടുതൽ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പ്രചോദനം കിട്ടിയത്. അതുമാത്രമല്ല, മെയ് മാസം, അതുപോലെ മാതാവിൻ്റെ മണക്കമാസം ഉണ്ടല്ലോ മെയ് മാസം, പിന്നെ ഒക്ടോബർ കൊന്തമാസം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഈ മാസങ്ങളിലെല്ലാം ഞങ്ങൾ കൂടുതൽ ജപമാലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒത്തിരി ജപമാല 300, 250, 500 അങ്ങനെ ജപമാല ആ മാസം ചൊല്ലി തീർക്കാനായിട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കും. അത് മക്കൾക്കും അവർക്ക് പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മക്കൾക്ക് 5 കൊന്ത 10 കൊന്ത ഒക്കെ ഒരു ദിവസം ചൊല്ലാനായിട്ടൊക്കെ ഞങ്ങൾ പറയും. അതിന് ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്ത് നേതൃത്വമൊക്കെ കൊടുത്ത് എൻ്റെ ഭാര്യ തന്നെയാണ്. എന്നിട്ട് അതിൽ നോട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് അവൾ തന്നെ അത് ചെക്ക് ചെയ്യുക, എത്ര കൊന്ത ചൊല്ലി എന്നുള്ളത്, കൊന്ത ചൊല്ലുന്നുണ്ടോ എന്നുള്ളതൊക്കെ അത് അവളാണ് കൂടുതലും അതിനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഭാര്യ നല്ലൊരു പങ്ക് വഹിച്ചു മക്കളെ ജപമാല ഭക്തിയിൽ പരിശീലിപ്പിക്കാനായിട്ട്. അങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷത്തെയും ഈ മെയ് മാസവും ഒക്ടോബർ മാസവും എല്ലാം ഞങ്ങൾ ഇതുപോലെ ജപമാല ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, കുട്ടികളെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മോൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തത്. അപ്പോൾ ഈ പല ധ്യാനങ്ങളിലും പോകുമ്പോൾ ആദ്യം നമ്മൾ പല ക്ലാസ്സുകളിലും ഇങ്ങനെ കേൾക്കാറുണ്ട്, ആദ്യം മക്കളെ സ്വീകരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കണം, പിന്നെ വേണം ഉദരത്തിൽ സ്വീകരിക്കാൻ. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാവിനോട് മധ്യസ്ഥം പറിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു മകളെ കർത്താവ് തരട്ടെ, മാതാവിൻ്റെ മധ്യസ്ഥതയോട് തരട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ചെയ്ത കാര്യം ഇതാണ്. 40 ദിവസം ഉപവാസം എടുത്തു. അതിങ്ങനെയാണ്, വൈകുന്നേരം മാത്രം, ബാക്കിയെല്ലാം വെള്ളം കുടിക്കും, ബാക്കി സമയങ്ങളെല്ലാം വെള്ളം കുടിക്കും. വൈകുന്നേരം സമയം മാത്രം കുറച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ 40 ദിവസം ഉപവാസം എടുത്തു. മാത്രമല്ല 1000 ജപമാല അതിനുവേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ വഴി കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി എനിക്ക് നേരിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് അനുഭവിച്ചറിയാൻ സാധിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അന്നൊരു നേർച്ചയും തരുന്നു. മോള് ജനിക്കുകയാണെങ്കിൽ അവളെ വേളാങ്കണ്ണിയിൽ പോയിട്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കാം എന്നുള്ളൊരു നേർച്ചയും നേർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ജനിച്ചത് മോള് തന്നെയാണ്. അവളെ ഞങ്ങൾ ഒരു 2 വയസ്സുള്ള സമയത്ത് വേളാങ്കണ്ണി കൊണ്ടുപോയിട്ടും അവളെ ഞങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു മാതാവിൻ്റെ മുമ്പിൽ. അങ്ങനെ വലിയൊരു അനുഭവം, അതെൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് ജപമാലയിലൂടെ എനിക്ക് ജപമാല ഭക്തിയിലൂടെ കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളിൽ വരാൻ പോകുന്ന പല അനർത്ഥങ്ങൾ നമുക്ക് മുൻകൂട്ടി സൂചന തരും. കുറേ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം. കാരണം എന്തൊക്കെയോ അസ്വസ്ഥതകൾ കുടുംബത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു സൂചന പരിശുദ്ധ അമ്മ അങ്ങനെ പലപ്പോഴും തന്നിട്ടുണ്ട്. അതിലൊരു 1-2 പ്രധാനപ്പെട്ട സംഭവം ഇതായിരുന്നു. ഒരു പ്രാവശ്യം മോൾക്ക് 11 മാസം പ്രായമുള്ള സമയത്ത് അവളിവിടെ തൊട്ടിലിൽ കിടത്തി. അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. തൊട്ടിലിൽ കിടത്തിയിട്ട് ഭാര്യ പുറമെ പറമ്പിലായിരുന്നു.
അവളെ ഉറക്കിയിട്ട് പറമ്പിലായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുക്കളയുടെ ചിമ്മിനിയിൽ ഷീറ്റ് പുകയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പുകഞ്ഞ ഷീറ്റുകളെല്ലാം ചിമ്മിനിയുടെ അടിയിൽ, അടുപ്പിൻ്റെ അടിയിലായിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുപ്പിൽ നിന്നൊരു തീ വീണിട്ട് ഈ ഷീറ്റിൽ തീ പിടിച്ച് പുക വെളിയിലേക്ക് ഉയർന്നത് കണ്ടപ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലായത് അവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത്. വന്ന് നോക്കുമ്പോൾ ഷീറ്റിൻ്റെ തീ പിടിച്ചിരിക്കുക, തൊട്ടടുത്തുള്ള ഭാഗത്ത് മോള് തൊട്ടിലിൽ കിടക്കുകയും ചെയ്യുകയാണ്. വേഗം അവൾ അടുത്ത അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് അതിനെ അണച്ചു. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ, എൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയെങ്കിൽ ഇതിൽ കൂടുതൽ തീ പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ആ കൂടുതൽ ഷീറ്റുകൾക്ക് തീ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. വളരെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് സ്പ്രെഡായി എല്ലാവിടെയും കത്താൻ സാധ്യതയുണ്ടായിരുന്നു. മോളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അതിന് മുൻകൂട്ടി ഞങ്ങൾക്കൊരു സൂചന തന്നു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ എടുത്തത് അമ്മ തന്നെ പറഞ്ഞു ജപമാല ചൊല്ലാൻ. ഞങ്ങൾ ആ മാസമൊക്കെ ഒത്തിരി ജപമാല ചൊല്ലി. ഇങ്ങനെ കിട്ടുന്ന ആ സന്ദർഭങ്ങളിലെല്ലാം, മെസ്സേജ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒത്തിരി ജപമാല ചൊല്ലി ഞങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മോനൊരു സംഭവം ഉണ്ടായി. അവൻ 5 വയസ്സുള്ള സമയത്താണ് അത് നടന്നത്. ഞങ്ങൾക്ക് മോളെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ പോയി. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവനോട് പറഞ്ഞു മരത്തിലൊന്നും കയറാൻ പാടില്ല. നല്ല ഇത്തിരി വികൃതി കൂടുതലായിരുന്നു ചെറുപ്പത്തിൽ. മരത്തിലൊന്നും കയറാൻ പാടില്ല, വികൃതിയൊന്നും കാണിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ വളരെ ഇൻസ്ട്രക്ഷനെല്ലാം കൊടുത്ത് മൂത്ത മോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി ഇവൻ എന്ത് ചെയ്ത് അടുത്തുള്ളൊരു പറമ്പിലെ ഒരു കൊയ്യാക്ക, ഞങ്ങൾ കൊയ്യാക്ക എന്ന് പറയും, പേരയ്ക്ക മരത്തിൻ്റെ അടിക്കൊമ്പ് വെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇതിൽ പിടിച്ചു കയറി കൈയും കാലമൊക്കെ സ്ലിപ്പായതിന് ശേഷം ഈ കുന്തം പോലെയുള്ള അടിക്കൊമ്പിലേക്ക് അവന് വീണു. വയറിൻ്റെ ഏകദേശം പൊക്കിൾക്കൊടിയുടെ താഴെ നിന്ന് ഈ നെഞ്ചിൻ്റെ ഈ ഭാഗം വരെ വയറ് കയറി. പക്ഷേ അവിടെ കർത്താവ് താങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് അത് തുളഞ്ഞ് കയറാതെ തൊലി മാത്രം കീറി, ഏകദേശം ഒരു 3/4 അടിയോളം നീളത്തിൽ അവൻ്റെ വയറിൻ്റെ ഭാഗം തൊലി മാത്രം കീറി. അത് അങ്ങനെ വലിയൊരു അപകടത്തിൽ രക്ഷപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം മൂലം കർത്താവ് വലിയൊരു കരുണ കാണിച്ചു. അങ്ങനെ 1-2 സംഭവങ്ങൾ ഈ പരിശുദ്ധ അമ്മ വരാൻ പോകുന്ന ആപത്തനർത്ഥങ്ങളെക്കുറിച്ചുള്ള സൂചന തന്നുകൊണ്ട്, അതിനെ പ്രിക്കോഷന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം തന്നുകൊണ്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം, എന്ന് വെച്ചാൽ ജപമാല ഭക്തിയിൽ കൂടുതൽ ഒരു ദാഹം, ഒരു ആവേശം എന്ന് പറയാം, അത് ഉണ്ടായതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് വലിയ ഒരു ആഗ്രഹം തോന്നിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയോടായിരുന്നു. ആ പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ സംബന്ധിക്കാതെ ഇരിക്കാതെ പരമാവധി ഞാൻ ഇരിക്കാതെ നോക്കിയിട്ടുണ്ട്. അതിന് പരിശുദ്ധ അമ്മയാണ് എന്നെ കൂടുതലായിട്ടും സഹായിച്ചിരിക്കുന്നത്. എൻ്റെ ഡെയിലിയുള്ള ഒരു വർക്ക് ഇങ്ങനെയാണ്. എൻ്റെ റൊട്ടേൺ വർക്ക്, ഞാൻ 2:30-2 മണിക്കൊക്കെ എഴുന്നേൽക്കും പുലർച്ചയ്ക്ക്. അപ്പോൾ റബ്ബർ വെട്ടാണ് തൊഴിൽ. റബ്ബർ വെട്ടി 5 മണിക്ക് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട്, എനിക്കൊരു ശീലമുണ്ട്, അരമണിക്കൂർ മുമ്പ് എനിക്ക് വിശുദ്ധ ബലിയിൽ ദേവാലയത്തിൽ എത്തണം എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖത്തിൻ്റെ ഒരു ജപമാല ചൊല്ലിയതിന് ശേഷം എനിക്ക് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിലൊരു മനസ്സംതൃപ്തിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരമണിക്കൂർ മുമ്പ് പോകും. അവിടെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് ജപമാല ചൊല്ലി, ദുഃഖത്തിൻ്റെ ഒരു ജപമാല ചൊല്ലി, രഹസ്യത്തിൻ്റെ ജപമാല ചൊല്ലി ഞാൻ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും. അത് വല്ലാത്തൊരു അനുഭവമാണ്. ആ സമയത്തെല്ലാം പരിശുദ്ധ അമ്മയുടെ ആ വിശുദ്ധ ബലിയിലുള്ള സാന്നിധ്യവും അതുപോലെ തന്നെ സുഗന്ധമൊക്കെ കാണാനും അനുഭവിക്കാനുമൊക്കെ അമ്മ ഇടവരുത്തിയിട്ടുണ്ട്. അത് വലിയൊരു ആവേശമായിരുന്നു ആ വിശുദ്ധ കുർബാന. ഇപ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ കുർബാന ഞാൻ പരമാവധി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ വിശുദ്ധ കുർബാന മുടങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല. അതിനുവേണ്ടി അതിരാവിലെ എഴുന്നേൽക്കും. പുലർച്ചയ്ക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജോലികളും തീർത്ത് റബ്ബർ ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ്, പിന്നെ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് ഞങ്ങൾ റബ്ബർ പാലൊക്കെ എടുത്ത് ഉറയൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ആ കുരിശ് വരച്ച് ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയോട് ഒരു പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിക്കും, ഒരു എത്രയും ദയുള്ള മാതാവ് ചൊല്ലിയിട്ട്. അതിങ്ങനെയാണ്, ഒറ്റ ആവശ്യമുള്ളൂ, നാളെയും അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനായിട്ട് അമ്മ മാതാവ് എന്നെ സഹായിക്കണം.
അപ്പോൾ എന്ത് തന്നെ പ്രതിസന്ധികളോ എന്ത് പ്രതികൂലം ഉണ്ടെങ്കിലും നാളത്തെ വിശുദ്ധ കുർബാന മുടങ്ങാതെ, അത് മാത്രമല്ല വിശുദ്ധ കുർബാന ആ ദിവ്യബലിയുടെ ഒരു ജീവിത ചൈതന്യം അത് ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കുകയും വേണം. എന്നെ പരമാവധി അമ്മ അതൊരു കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ മാനുഷികമായ ചില പോരായ്മകളും അതുപോലെ തന്നെ കുറവുകളൊക്കെ ചിലപ്പം ചെറിയ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ ഈ ജപമാല ഭക്തിയിലൂടെ എന്നെ സഹായിച്ച് ഈശോയിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തെങ്കിലും മനസ്സിന് വലിയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല കുടുംബത്തിലെ വല്ല പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ആശ്രയിക്കുന്നത് ജപമാലയാണ്. ജപമാല ചൊല്ലി ജപമാല കയ്യിലെടുത്ത് നമ്മൾ അതിപ്പോൾ ഏകാഗ്രതയോട് ആണെങ്കിലും അല്ലെങ്കിലും ജപമാല കയ്യിലെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ അവിടെ വലിയൊരു ആശ്വാസവും വലിയൊരു ശക്തിയും വലിയൊരു പ്രതീക്ഷയെല്ലാം പരിശുദ്ധ അമ്മ ആ ജപമാലയിലൂടെ ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ ജപമാല ചൊല്ലുന്നു അത്രത്തോളം ആ മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയോടുള്ള അടുപ്പവും നമുക്ക് വർദ്ധിക്കുമെന്ന് ഈ ജപമാല ഭക്തിയിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും മിനിമം 4 ജപമാലയെങ്കിലും ഞാൻ ചൊല്ലാറുണ്ട്. അതിൽ കൂടുതൽ ചൊല്ലും. യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്തെല്ലാം കണക്കില്ലാതെ ജപമാല ചൊല്ലും. പിന്നെ പറമ്പിൽ പണിയെടുക്കുമ്പോഴും റബ്ബർ വെട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഓരോ മരവും ഓരോരോ നന്മ നിറഞ്ഞ മറിയമയായി കണ്ടുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടാണ് റബ്ബർ വെട്ടുന്നതും പാലെടുക്കുന്നതും ബാക്കി പറമ്പിലുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 ജപമാല ഒരു ദിവസം ഞാൻ മിനിമം ചൊല്ലും. അത് എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണ്, ആ രക്ഷാകരമായ ദൈവത്തിൻ്റെ പദ്ധതി, ആ രഹസ്യങ്ങൾ ധ്യാനിച്ച് ആ 4 ജപമാല അർപ്പിക്കുമ്പോൾ ആ ഓരോ ദിവസവും ഞാനൊരു രക്ഷയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നതും അവിടെ സ്ഥിരപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ അതെൻ്റെ വലിയൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ 4 ജപമാലയിൽ കുറഞ്ഞ് ഒരിക്കലും പരമാവധി ചൊല്ലാറില്ല. പരമാവധി 4 ജപമാല, അതിൽ കൂടുതലാണ് ഞാൻ ജപമാല ചൊല്ലുന്ന വ്യക്തിയാണ്. ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധ അമ്മയോടുള്ള ഈ ജപമാല ഭക്തി നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ഏത് ആവശ്യങ്ങളിലും എല്ലാം അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആ മാധ്യസ്ഥവും സംരക്ഷണവും നമുക്കൊരുപാട് ദൈവികമായ ഇടപെടലുകൾ അനുഭവിക്കാനായിട്ട് ഈശോയോടുള്ള ആ ഒരു സ്നേഹവും അടുപ്പവും എല്ലാം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ എനിക്ക് ജപമാല ഭക്തിയിലൂടെ സ്വീകരിക്കാനും സാധിച്ചിട്ടുണ്ട്.